നമ്മുടെ കുട്ടികളിൽ മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, അതായത് ഫോക്കസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതിന് ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡാണ്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഫുഡ് തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫോക്കസിനെയും അതേപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവറിനെയും ബ്രെയിനിന് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യാനുള്ള ആ ഒരു പവറിനെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബെറ്റർ ഫോക്കസിന് വേണ്ടിയിട്ട് ബെറ്റർ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ന് കഴിച്ചുകൊണ്ട് നാളെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ എഫക്ട്സ് കാണുമെന്നല്ല. നിങ്ങൾക്കത് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കലി ആണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട്, അതായത് നമ്മുടെ ഡയറ്റിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് 2-3 കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് വെറും ഡയറ്റ് മാത്രം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നല്ല ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും ഫുഡെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉറക്കം പ്രോപ്പർ അല്ലെങ്കിൽ, ഉറക്കം പ്രോപ്പർ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി വൈസും ക്വാണ്ടിറ്റി വൈസും. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഏകദേശം ഒരു 6 to 7 hours മിനിമം നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ആൻഡ് ആ ഉറങ്ങുന്ന ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്വാളിറ്റി സ്ലീപ്പായിരിക്കണം. ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്നത് അങ്ങനത്തെ അല്ലാത്തൊരു കണ്ടിന്യൂസ് സ്ട്രെച്ച് ഓഫ് ഹെൽത്തി സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്ന ആ ഒരു ഉറക്കം എന്ന് പറയുന്നത് പ്രോപ്പർലി സ്കെഡ്യൂൾഡ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ഉറങ്ങാൻ പോകുന്നതിനും ഉറങ്ങി എഴുന്നേൽക്കുന്നതിനും ഒരു കറക്റ്റ് ടൈം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഒരു ദിവസം 12 മണിക്ക് ഉറങ്ങുന്നു, അടുത്ത ദിവസം 2 മണിക്ക് ഉറങ്ങുന്നു, അടുത്ത ദിവസം 10 മണിക്ക് ഉറങ്ങുന്നു, ഞാൻ തോന്നിയതുപോലെ എഴുന്നേൽക്കുന്നു, അത് നമ്മുടെ ഒരു പ്രോപ്പർ ഹെൽത്തി സ്ലീപ്പായിട്ട് നമ്മൾ കണക്കൂട്ടുന്നില്ല. ഇനി രണ്ടാമത്തെ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിലുള്ള ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഭക്ഷണം നല്ലപോലെ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടെ നമുക്കത് പ്രോപ്പറായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഭയങ്കര ഹെൽത്തി ആണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ആ ബെനിഫിറ്റ്സ് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ എന്തായാലും ഒരു വീക്കിൽ നമ്മളൊരു 5 days എങ്കിലും നമ്മൾ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു 30 minutes എങ്കിലും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കാർഡിയോ വാസ്കുലർ എക്സസൈസ് ഒക്കെ ആണെങ്കിൽ നല്ലത്. അത് നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്തിനെയും ഹാർട്ട് ഹെൽത്തിനെയും ഒക്കെ എന്ത് ചെയ്യും, നല്ലപോലെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വെറുതെ ഒരു 30 minutes നടക്കുന്നതാവാം, ഒന്ന് നല്ല ഓട്ടമാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ എന്തെങ്കിലും കാർഡിയോ എക്സസൈസ് ചെയ്യുന്നതാവാം, എയ്റോബിക് എക്സസൈസുകളാവാം. എന്തായാലും നമ്മുടെ ഹാർട്ട് ഹെൽത്തും ബ്രെയിൻ ഹെൽത്തും ഇമ്പ്രൂവ് ആവാൻ ഈ 2 ഫണ്ടമെൻ്റൽസിനെ ഒഴിച്ചു നിർത്തിയിട്ട് വെറും ഫുഡ് കൊണ്ട് മാത്രം നമുക്ക് പറ്റില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമ്മളുടെ ഈ ഫുഡിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളുടെ ഹോർമോൺ ബാലൻസ് എന്നുള്ളത്. ഓക്കെ, അത് മിസ് ഇവിടെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇപ്പോൾ പല മക്കൾക്കുള്ളതാണ്, കുറച്ച് പഠിക്കുമ്പോഴേക്കും ക്ഷീണം വരുന്നു, ഉറക്കം വരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെയോ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഉറക്കത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസിൻ്റെ മാത്രമല്ല, നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ് പ്രോപ്പർ അല്ലെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ തൈറോയിഡ് ഹോർമോൺ ഒരളവിൽ കുറഞ്ഞു കഴിഞ്ഞാലും കൂടിക്കഴിഞ്ഞാലും ഈ പറയുന്ന ഉറക്കക്കുറവ് ഉണ്ടാവാം, ചിലർക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാകാം. അത് ഈ ഹോർമോൺസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വൈറ്റമിൻ ഡി. അതായത് ഇപ്പം നമ്മൾ ആരും ഭയങ്കര സൺലൈറ്റ് എക്സ്പോഷറിലൊന്നും പോകാറില്ല. നമുക്ക് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ടുള്ള സൺലൈറ്റ് എക്സ്പോഷറൊന്നും കിട്ടാറില്ല. നമ്മളെല്ലാവരും മിക്കവാറും ഒന്നെങ്കിൽ ക്ലാസ് റൂം കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ കയറുന്നു, വീട്ടിലെത്തുന്നു അല്ലേ, പിന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്താണ് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി വളരെ നന്നായിട്ട് തന്നെ ഉണ്ടാകും. ഇപ്പോൾ എല്ലാവർക്കും കാണുന്ന ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പോൾ വൈറ്റമിൻ ഡി എനിക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞ് കടയിൽ പോയിട്ട് ടാബ്ലറ്റ് വാങ്ങിക്കണം എന്നല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ കാണാം, ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ എത്രത്തോളമാണ് കുറവ് കൂടുതലെന്നനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അളവിൽ വേണം നിങ്ങൾ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഈ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഫണ്ടമെൻ്റൽസ് ഒന്നും മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് മിസ് ആദ്യം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. അതായത് നമ്മുടെ ബ്രെയിൻ ഫുഡ് ഏതൊക്കെയാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ 60% ഏത് ന്യൂട്രിയൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സിൻസിയർ ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ആൻഡ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫാറ്റാണ്.
അപ്പോൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഞെട്ടും അല്ലേ? കാരണം നമ്മൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റ് ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ നമ്മൾ ഫാറ്റ് പറയാം. ശരിക്കും ആ ഒരു ഫാറ്റ് അല്ല ഈ ഒരു ഫാറ്റ്. അതായത് ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ബെല്ലി ഫാറ്റോ അല്ലെങ്കിൽ നമ്മൾ വയറ് ചാടിയിട്ടുള്ള ഫാറ്റോ അല്ലെങ്കിൽ സ്റ്റോർഡ് ഫാറ്റ് ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ഫാറ്റ് അല്ല മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു 60% എന്ന് പറയുന്ന ഫാറ്റ് സ്ട്രക്ചറൽ ഫാറ്റാണ്. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ നിങ്ങൾക്കറിയാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ന്യൂറോൺസ് കൊണ്ടാണ് അല്ലേ? ന്യൂറോൺസ് ആണ് അല്ലെ മെയിൻ ആൾക്കാർ. അപ്പോൾ ഈ ന്യൂറോൺസിനെ കവർ ചെയ്തിരിക്കുന്ന ലെയർ, അതേപോലെ തന്നെ ന്യൂറോൺസിൻ്റെ മുകളിൽ കാണുന്ന മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു കവറിങ് ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന ഫാറ്റ് കൊണ്ടാണ്. സ്ട്രക്ചറൽ ഫാറ്റാണ്. അതിൻ്റെ മെംബ്രെയിൻസും അതിൻ്റെ കവറിങ്സും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഫാറ്റ് നമ്മളുടെ ഡയറ്റിൽ ഉണ്ട് എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളുടെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. അതിൽ നമുക്ക് DHA അല്ലെങ്കിൽ EPA എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനേക്കാൾ കുറച്ചുകൂടി കോമൺ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നത് omega-3 ഫാറ്റി ആസിഡ്സ്, omega-6 ഫാറ്റി ആസിഡ്സ് ഒക്കെയാണ്. ഇതിൽ തന്നെ നമ്മൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ omega-3 ഫാറ്റി ആസിഡ്സ്. അതിൽ omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ റിച്ച് സോഴ്സാണ് നമ്മളുടെ ഫിഷ് എന്ന് പറയുന്നത്. പക്ഷേ ഫിഷ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമാണെന്നില്ല. അപ്പോൾ ഫിഷ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സാർഡൈൻ, മത്തി കഴിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ സാൽമൺ കഴിക്കാം. നെത്തൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നെത്തൽ, ചൂട എന്നൊക്കെ പറയുന്ന മീനൊക്കെ ഉണ്ട്. അതിലൊക്കെ എന്താണ് omega-3 ഫാറ്റി ആസിഡ്സ് വളരെ റിച്ച് ആയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഫിഷ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? വാൾനട്ട് ഉണ്ട്. വാൾനട്ട് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ നമ്മുടെ omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ റിച്ച് സോഴ്സുകളാണ്. ഇനി അതും നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാം. ഈ ഫാറ്റ് നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ്. ഈ ആൻറ്റി ഓക്സിഡൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ കണ്ടിന്യൂസ് ആയിട്ട് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില ഹാംഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് ഒപ്പോസ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ റിച്ച് സോഴ്സാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് നമ്മൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഭയങ്കര ആഡഡ് ഷുഗർ ഉള്ള സ്വീറ്റൻഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് അല്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസിൻ്റെ സോഴ്സ് ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാം. അതിൽ തന്നെ ഫ്രൂട്ട്സിൽ നമ്മുടെ ബെറീസ് ഉണ്ടല്ലോ, ബ്ലൂബെറി, ബ്ലാക്ക് ബെറി പോലത്തെ സാധനങ്ങൾ. പിന്നെ നമ്മുടെ വെജിറ്റബിൾസിൽ നോക്കുകയാണെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഈ പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. അപ്പോൾ അത് നമ്മളുടെ ഡയറ്റിൽ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ സാധാരണ പറയുന്നത് പോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം, അതുപോലെ പ്രോട്ടീൻ വേണം. ആ കാർബോഹൈഡ്രേറ്റിൽ തന്നെ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള കാർബ്സിലേക്ക് പോകാതെ നമുക്ക് ഹോൾ ഗ്രെയിൻസ്, ഓട്സ്, അതുപോലെ തന്നെ ലെഗ്യൂംസ്, സ്വീറ്റ് പൊട്ടേറ്റോ, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മുടെ രണ്ട് ന്യൂറോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അവർ ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്, നമ്മുടെ ബ്രെയിനിലുള്ള കെമിക്കൽസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ അമിനോ ആസിഡ്സ്. അപ്പോൾ ഈ അമിനോ ആസിഡ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടണം? പ്രോട്ടീൻസ് കിട്ടണം. അപ്പോൾ നല്ല പ്രോട്ടീൻസ് നമുക്ക് മീറ്റോ ഫിഷോ അതുപോലെ തന്നെ നമുക്ക് ലെൻറ്റിൽസോ ആൻഡ് എഗ്ഗോ അങ്ങനെ പ്രോട്ടീൻസ് അത് കറക്റ്റ് എമൗണ്ടിൽ എല്ലാം അധികമായാൽ നമുക്ക് പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത്, നമ്മൾ ബാക്കിയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡയറ്റ് വളരെയധികം കണക്റ്റഡ് ആണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ഡിപ്രഷൻ കുറയ്ക്കാനും നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ടാകും. സോ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും, നമ്മൾ എത്രയോ എഫേർട്ട് എടുത്തിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്, ടൈം കൊടുക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ അത് അതിൻ്റെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇതറിയാതെ നമ്മൾ ബാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ബേസ് സെറ്റ് ആവില്ല അല്ലേ. അപ്പോൾ ആ കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.